ഭാര്യയും കൂട്ടി പുറത്തൊന്നും പോവാത്തവരുണ്ട്. എന്നാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വെക്കേഷന് പുറം രാജ്യങ്ങളിൽ വരെ പോകുന്നവരും ഉണ്ട്. പക്ഷെ ഇവിടെ രണ്ട് സ്ഥലത്തും ഇവർ ആസ്വദിക്കുന്നത് അവർ ഒരുമിച്ചുള്ള ഒരു ടൈമാണ്. പലപ്പോഴും ഈ പുറത്തു പോകുന്നവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പം നാട്ടിലിരിക്കുന്നവർ വിചാരിക്കും, ഓ എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, ഇങ്ങനത്തെ ഹാപ്പിനെസ് ഒന്നും ഞങ്ങളെ ലൈഫിൽ ഇല്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ പുറത്തു പോകുന്നവരായാലും നാട്ടിൽ എവിടെയെങ്കിലും ഒരു ചായ സ്പോട്ടിലോ അല്ലെങ്കിൽ ഒന്ന് ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മലമുകളിലോ ഒക്കെ പോകുന്നവരും ആസ്വദിക്കുന്നത് ഒരേ കാര്യമാണ്. അവരുടെ ഹസ്ബൻഡുമായിട്ട് ഉള്ള ഒരു ടൈം, അവർക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു സമയം, അവർ തമ്മിലുള്ളൊരു സ്നേഹം പങ്കിടാനുള്ള ഒരു സമയമാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് പുറത്തു പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബെനഫിറ്റ് ഒന്നും ആർക്കും കിട്ടുന്നില്ല. കുറേ ക്യാഷ് അങ്ങ് ചിലവാകും എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നുമില്ല. യാത്രാപ്രിയരായിട്ടുള്ള ആളുകൾ അങ്ങനെ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ അത് ചൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് സ്വസ്ഥമായിട്ട് ചിലപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നത് പുറത്തായിരിക്കും. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പോകാൻ ചിലപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പറ്റുമെങ്കിൽ അതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്ററാണ്. ചിലപ്പം എനിക്ക് നല്ലൊരു കാറില്ല, നല്ല വണ്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകാതിരിക്കുന്നത്. ഒരു സ്കൂട്ടറിൽ ഒരു രാത്രി ഒരു റൈഡ് പോയാൽ അതും നിങ്ങൾക്കിടയിലൊരു ബോണ്ട് ക്രിയേറ്റ് ആവാൻ, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സമയമാണ്. ഒരു നൈറ്റ് ഡ്രൈവിന് പോവുക, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ ഫാമിലി ആയിട്ട് പോവുക, ആ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക, അത് തന്നെയാണ് അവിടെയുള്ള ഹാപ്പിനെസ്. പുറത്തു പോകുന്നവരായാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവരൊരുമിച്ച് അവർക്ക് കിട്ടുന്ന കുറച്ച് സമയം അവർ ഒരുമിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി, അതായത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വീട്ടിലാകുമ്പോൾ ഒരുപാട് വർക്ക് ഉണ്ടാവും, മറ്റുള്ള ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ മാറ്റി വെച്ച് രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം. അതെന്തിനാണ്? അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ആവാനുള്ള ഒരു സമയമാണ്. അതിനിപ്പോൾ പുറം രാജ്യങ്ങളിലായാലും നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ തൊട്ടപ്പുറത്തെ സ്ഥലമായാലും ഒരേ എഫക്റ്റാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ്സിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വൈഫും കുട്ടികളും ഒക്കെ ആയിട്ടൊന്ന് പുറത്ത് പോവുക, കുറച്ച് നേരം കളിച്ച് ചിരിച്ച് നിൽക്കുക, വീട്ടിൽ ആ സിറ്റുവേഷൻസ് എന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക, ബാക്കിയുള്ള ടെൻഷൻസ് ഒക്കെ ഒന്ന് റിവീൽ ചെയ്യുക. ഹസ്ബൻഡിനാണെങ്കിൽ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവർക്ക് രണ്ടുപേർക്കും ആ വർക്ക് സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുട്ടികളെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം, ഈ രീതിയിൽ അതിനെ നിങ്ങൾ എഫേർട്ട്ലി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താനേ ഹാപ്പിനെസ് വരും. അല്ലെങ്കിൽ കലാകാലം ബാക്കിയുള്ളവർ പോയ റീലും കണ്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ.